ഈ മാസത്തിൽ ഏറ്റവും സ്പെഷ്യലായുള്ള തോരൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് കർക്കിടകത്തിലെ പത്തില തോരൻ. 10 ഇലകൾ കൊണ്ട് എങ്ങനെ നമുക്ക് തോരൻ വെക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. എല്ലാവരും പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്, ചെയ്യുന്നവരില്ല എന്ന് ഞാൻ പറയുന്നില്ല. വീടിൻ്റെ പരിസരത്ത് കിട്ടുന്ന നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള 10 ഇലകളാണ്. അതിനകത്ത് മത്തൻ്റെ ഇല, തകര, തഴുതാമ, കുമ്പളം, വെള്ളരി, കോവല്, ചീര, പിന്നെ ഈ നിൽക്കുന്ന ചേനയുടെ ഇല, അതുപോലെ തന്നെ ചേമ്പിൻ്റെ ഇല, പിന്നെ കഴിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ ഇല, അങ്ങനെ വലിയൊരു കാറ്റഗറി തന്നെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് അവയെടുത്ത് നമുക്ക് തോരൻ വെക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എങ്ങനെയാണ് തോരൻ വെക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. സോ ഗൈസ്, ഇറ്റ് വെൽക്കം ടു മൈ ചാനൽ വില്ലേജ് കറീസ്. 10 ഇല തോരൻ എങ്ങനെ വെക്കുന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പത്തിലത്തോരൻ വെക്കുന്നതിന് മുമ്പ് നമുക്ക് 10 ഇലകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. 10 ഇലകളെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന ഈ ഇലകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുന്നില്ല. നമുക്ക് കഴിക്കാൻ പറ്റുന്ന 10 ഇലകളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള നമുക്ക് പൊതുവെ തോരൻ എടുക്കുന്നതായിട്ടുള്ള ഇലകളുണ്ട്. ചില ഇലകളൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. അതിനൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് കർക്കിടക മാസം മഴക്കാലം ഉണ്ടാകുന്നതിന് ഒന്നാണ് തകരയില, അതുപോലെ തഴുതാമ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് ഏറ്റവും മുഖ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ തകരയില കിട്ടാനാണ് ഏറ്റവും പാട്. അപ്പോൾ എനിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തോരനായിട്ട് എടുത്തിരിക്കുന്ന 10 ഇലകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ തന്നെ തഴുതാമ തോരൻ്റെ വീഡിയോ ചെയ്ത് ഇട്ടായിരുന്നു. മാത്രമല്ല കർക്കിടക മാസം ആയതാണ് തഴുതാമ ഇപ്പോൾ കിട്ടിയതല്ലേ എടുത്ത്. ഇപ്പോൾ തഴുതാമയ്ക്കാണെന്ന് ഇപ്പോൾ ഷോർട്ടേജ് ആയിപ്പോൾ എനിക്ക്. അപ്പോൾ കുറച്ച് ഇല ഇപ്പോൾ തോരന് വേണ്ടി കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. ഇതാണെന്നുണ്ട് വെട്ടുചേമ്പിൻ്റെ കൂമ്പാണ്. നമ്മളിതിൻ്റെ കൂമ്പ് എടുക്കുന്നത് ഇതിനകത്ത് തന്നെ. ചേമ്പല, ഇത് ചേനയില, പയറിൻ്റെ ഇല, ഇത് മത്തയില. മത്തയുടെ ഇല എടുത്തിരിക്കുന്ന ഒരു 3 എണ്ണം ഉള്ളൂ. ഇത് വെള്ളരിയുടെ ഇലയാണ്, അത് ഞാൻ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പരിചയക്കുറവുള്ള ഒരു സാധനമുണ്ട്. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളയുടെ കൂമ്പാണ്. നമ്മൾ മുളയുടെ വരുന്ന ഇലകളിൽ നിന്ന് അതിൻ്റെ ഏറ്റവും തുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൂമ്പ് വരുന്നതാണ്. മുളം കൂമ്പ് ഏറ്റവും ശ്രേഷ്ഠമുള്ള സാധനം. ഒത്തിരി ഔഷധവീര്യമുണ്ട്. ഇപ്പോൾ പറയാൻ സമയമില്ല, തൽക്കാലത്തേക്കാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മുളം കൂമ്പ് മാത്രം കാണിക്കുകയാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് കോവലിൻ്റെ ഇല. ഇതാണെന്നുണ്ടെങ്കിൽ മധുരക്കിഴങ്ങ്, സീമക്കിഴങ്ങ്, കപ്പക്കിഴങ്ങ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലയാണ്. അതിൻ്റെ നമ്മൾ ഇല എടുക്കാൻ നേരത്ത് ഇത് കണക്കിന് ഒന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒത്തിരി മൂത്ത ഇല എടുക്കുന്നത്. ഇതുപോലുള്ള നാമ്പ് ചേർത്താണെന്നുണ്ടെങ്കിൽ എടുക്കുക. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ചൊറിയണമാണ് ഇതിനകത്ത് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. തകരയില, ചൊറിയണം, ഇത് നമ്മുടെ ചെറുതണം. ഈ ചെറുതണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്നുള്ള പറയുന്നില്ല. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചൊറിയണം തോരൻ്റെ വീഡിയോ കണ്ടു നോക്കുകയുള്ളൂ. അതുപോലെ തന്നെ ചൊറിയണം നമ്മൾ വൃത്തിയാക്കുന്ന പോലെ തന്നെ ഈ മത്തയുടെ ഇലയും അതുപോലെ വെള്ളരിയുടെ ഇലയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിനകത്ത് ഇട്ടെന്ന് വെക്കും ചെറുതായിട്ട്. എന്ന് വെച്ചാൽ അതിനകത്ത് ആ മേളിലത്തെ ഉള്ള ഇങ്ങനെ സൂചി കണക്കെ നിൽക്കുന്ന അതൊന്ന് പോയി കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് അതുപോലെ തന്നെ അത് ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഇനി എല്ലാം തന്നെ വളരെ ചെറുതായിട്ട് തന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് വേണം തോരൻ വെക്കാൻ. വീഡിയോ കണ്ടായിരുന്നല്ലോ, ഞാൻ ഒരലയും മിസ് ചെയ്തിട്ടില്ല. 10 ഇല ചേർത്തിട്ടുണ്ടെന്ന് കാണിക്കാനാണ് വീഡിയോ അങ്ങനെ കാണിച്ചത്. ഇനി എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നോക്കാം. ഒരു പാൻ ഇവിടെ നന്നായിട്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഈ ഇല വഴന്ന് വരാനുള്ള എണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. ഒന്ന് പൊട്ടി വരട്ടെ കടുക്. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ചേറെ ഉഴുന്ന് പരിപ്പ്, ഇപ്പോൾ ചേർത്ത് ഉഴുന്ന് ഒത്തിരി മൂത്ത് പോകല്ലേ. ഇപ്പോൾ നേരെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ശേഷം ഒരു തണ്ട് കറിവേപ്പില. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ 10 ഇലകളും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അത്യാവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് പിന്നെ ബാക്കി നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് വഴന്ന് വരും. എന്നിട്ട് വേണം നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാൻ.
ഈ തോരന് വേണ്ടിയുള്ള തേങ്ങ അരപ്പിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്, കുറച്ചേറെ കാന്താരി മുളക്, പിന്നെയെന്നുണ്ടെങ്കിൽ ഒരു 5-6 അല്ലിയോളം കുഞ്ഞു വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 5 ചെറിയുള്ളി, പിന്നെ ഒരു നുള്ളു ജീരകം, പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത്, എപ്പോഴും തോരൻ്റെ പരുവത്തിന് ഞാൻ പറയുമല്ലോ ഏത് പരുവത്തെ അരച്ചെടുക്കുന്നതെന്ന്, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് വരാനേ പാടുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിൽ ചതച്ചെടുക്കാം ആദ്യം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഇലയും തന്നെ നല്ലപോലെ വഴന്ന്. അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങയാണ് ചേർത്ത്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട്. ആ ചെറുപയർ ചേർത്ത് കൊടുക്കണം, കാരണം ഇത് ഒട്ടും ഉണ്ടാകത്തില്ല. അപ്പോൾ തോരന് പൊലിപ്പും പിന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ടേസ്റ്റുമായിട്ട് കഴിക്കാനായിട്ട് ചെറുപയർ ചേർത്താൽ കുറച്ചും കൂടെ നല്ലതാണ്. ചെറുപയറൊന്നും കിടന്ന് എന്നെ വഴന്ന് വരാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം വെന്തതാണ്. എല്ലായിടത്തോട്ടേക്ക് ഈ എല്ലാ ഇലകളിലോട്ടേക്കും നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ആദ്യം തന്നെ ഇതിലോട്ടൊക്കെ കുറച്ച് ഞാൻ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും തന്നെ ഇലകൾ ചേർത്തുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. മറ്റുള്ള തോരൻ ഞാൻ ഇതുവരെ ചെയ്ത പോലെയൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വെളിച്ചെണ്ണ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേമ്പലയും അത് കണക്കാണ് ചേനയിലൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ചൊറിയുന്നതിൻ്റെ പ്രശ്നങ്ങളോ നമ്മളൊരു ഇഷ്യൂസ് ഉണ്ടാകാൻ പാടില്ല. പൊതുവെ ചൊറിയത്തില്ല, എന്നാലും നമ്മൾ വെളിച്ചെണ്ണ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. ഇവിടെയൊക്കെ ചിലയിടത്ത് ഇലകൾ കൂടി കിടക്കുന്നതാണ്. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്, എന്നാലേ പയറും അതുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരത്തുള്ളൂ. ഇനിയിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പയറും നമ്മുടെ ഇലകളും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചേർന്ന് ഒന്ന് വെന്ത് വരണം. അതിനൊരു 2 മിനിറ്റ് എല്ലാം കൊണ്ട് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാണ് ഞാൻ. അപ്പോൾ തോരൻ ഇപ്പോഴത്തെ കഴിക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നുള്ളു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും. കാരണം ഈ ഇലക്കറികൾക്ക് കുരുമുളക് എന്തിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചാലും അത് ഇരട്ടി ഗുണമെന്നാണ്. ഒരു നുള്ളു മതി, അത് കൂടുതൽ ചേർക്കല്. നമ്മൾ കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റാം. ഏറ്റവും ടേസ്റ്റിയായിട്ട് കഴിക്കേണ്ട ഒന്നാണ് പത്തിലത്തോരൻ. പത്തിലത്തോരൻ വെക്കുന്ന റെസിപ്പിയാണിത്. വളരെ എളുപ്പമാണ്. പത്തിലകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എടുക്കാൻ പറ്റും. അത് കഴിക്കാൻ പറ്റുന്നതായിരിക്കണമെന്ന് മാത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പറയുന്നത്. പുതുതായിട്ട് കാണുന്നവർ വില്ലേജ് കറി എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചൊരു അഭിപ്രായങ്ങളും മറ്റും ചാനലിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. പുതിയ ഉപയോഗമായിട്ട് വീണ്ടും കാണാം. താൽക്കാലികമായിട്ട് ഗുഡ് ബൈ.